ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃപ്രയാർ ഏകാദശിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കിരൺ ചേട്ടനെ കണ്ടുപിടയിൽ കൂടെ കിരൺ ചേട്ടൻ അവിടെ മന്തിയുടെ നോട്ടീസ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു മന്തിയുടെ ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നടന്നതേ ഹരേ രാമ എന്നുള്ള ബോർഡ് കണ്ടു. എത്ര ദൂരത്തുനിന്നറിയോ നന്നായിട്ട് നടന്ന് വന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊന്നും ഇവിടേക്ക് കിടത്തില്ല, നല്ല തിരക്കാണ്. അപ്പോൾ അത് കാരണം വണ്ടിയൊന്നും ഇവിടെ കിടത്തില്ല. പോലീസുകാർ അവിടെ നിന്നിട്ട് തിരിഞ്ഞ് പോകാൻ പറയും. അപ്പോൾ നമ്മളത് നടന്ന് ഇവിടെ എത്തി. അവസാനം നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള തന്ത്രപ്പാടിലാണ്. ഉള്ളിലേക്ക് കയറണമെന്ന് അമ്മ ഓടുണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. അതെ, അവിടെ ഗണപതിയുടെയും അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവസാനം നമ്മൾ നടന്ന് ലാസ്റ്റ് അയ്യപ്പൻ്റെ അടുത്തെത്തും. അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം വെച്ചിട്ട് അവിടെ ഭസ്മവും കുങ്കുമൊക്കെ ഉള്ള ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാലയും വളയും കമ്മലുകളും സാധനങ്ങളും ബലൂണ് അത് ഇത് പിന്നെ ഓരോ കാഴ്ചകളൊക്കെ ആയിട്ട് അമ്മ ഓടുണ്ട് അവിടേക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. തൃപ്രയാർ ഏകാദശിക്ക് വരാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ കാണാം കേട്ടോ. നമ്മളിതാ ഉള്ളിലെത്തിയിട്ട് ഇതാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം തൊഴാൻ കയറണമെങ്കിൽ. തൊഴാൻ കയറിയിട്ട് വരി നിൽക്കുകയാണ്. വരി നിൽക്കണേൻ്റെ അവിടെ ഞാനും അഞ്ചും അമ്മയും കൂടിയിട്ട് വെറുതെ ഒന്ന് ഷോ ഓഫ് കാണിച്ചാണ്. അമ്മ പറയുന്നുണ്ട് ക്യാമറ ഓഫ് ആക്കുന്നു. പിന്നെ നമ്മൾ വരിയൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. അതാ വരി നിൽക്കുകയാണ്. അഞ്ചു വരിയിൽ നിൽക്കണതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അത് കാരണം ചെറുതായിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിത് തൊഴുതിറങ്ങി അമ്മയും മോൾ എന്തൊക്കെയോ പറഞ്ഞ് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പ്രസാദമുള്ള അവിടെ നിന്ന് എടുത്ത് കഴിക്കാനൊക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നടന്ന് ചിരിക്കണ്ട. നമ്മളിത് അമ്പലം തൊഴുതു ഇറങ്ങി ഗൈസ്. കളിച്ചെടുത്തിട്ടില്ലേ ഫോട്ടോ എടുക്കാൻ വിളിക്കാൻ വേണം കൂട്ടിയിട്ടുണ്ടല്ലേ. തൃശ്ശൂർക്കാരിയല്ലേ പിന്നല്ല. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചേച്ചിമാരൊക്കെ നോക്കിയിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരൊക്കെ കണ്ട് സംസാരിച്ചു. എന്താ മീനൂട്ടിന് പോവാണ്. നമ്മൾ മീൻ അരി അവിടെ കൊടുക്കും. അതാണ് കേട്ടോ മീനൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ മീനുകൾക്ക് കിട്ടണ ഒരു അറച്ച് മീനുണ്ട് അവിടെ, അത് അറ്റത്ത് പോയിട്ട് നിൽക്കണേ. അവിടെ അടുത്തൊക്കെ ചെറിയ കുഞ്ഞു മീനുകളാണ്. വലുതൊക്കെ വെയിറ്റ് അറ്റത്ത്. അപ്പോൾ അങ്ങനെ നന്നായി അറ്റത്തേക്ക് എറിഞ്ഞു കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ കൂടിയിട്ട് മീനൊക്കെ കൂട്ടി അമ്മയും കൂട്ടി ഇതപ്പോൾ നമ്മൾ തിരിച്ച് കയറാൻ കാണി. ഇവളെന്തോ മീനോട് ശത്രുതയുള്ള പോലെ എറിഞ്ഞുകൊണ്ടിരിക്കണേ. അവൾ പറഞ്ഞില്ലെങ്കിൽ മീൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ. ആ വെള്ളത്തിനുള്ളിൽ നിറച്ച് മീനാണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് മാസ്ക് ഇടുന്നു. മീൻസ് മാസ്ക് ഇട്ടെങ്കിലും മാസ്ക് ഇട്ടാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ മാസ്ക് ഊരിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ എടുക്കുക വീഡിയോയിൽ എന്നെ എടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വീഡിയോ എടുത്ത് വ്ളോഗ് എടുക്കാനായിട്ട് ശരിക്കും പറ്റിയിരുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചാണ്. ഇത് അപ്പോൾ രാമൻ്റെ ഒക്കെ വേഷം കിട്ടിയിട്ട് ശ്രീരാമൻ്റെ പോലെ അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ആനനെ ചാർത്താളം നെറ്റിപ്പട്ടവും എല്ലാം തിരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ എന്താ ഈശ്വരി എന്നൊക്കെ പറയില്ല, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഞാൻ തൃശ്ശൂർ പൂരം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബിഗ് ബോസിലായിരുന്നല്ലോ, തൃശ്ശൂർ പൂരം കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് ആനേനെ ചാർത്താളം നെറ്റിപ്പട്ടും കാര്യങ്ങളൊക്കെ അടുത്തിപ്പോൾ കാണുന്നത്. നമ്മൾ ചമയം പോലെ ഫുൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിനുണ്ടാവും ചമയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പോലെ. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള പറ്റുള്ളൂ. നിങ്ങൾക്ക് തൃപ്രയാർ ഏകാദശിക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ തൃശ്ശൂർക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്കും ഈ അമ്പലത്തിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമ്മളുടെ ഹനുമാൻ്റെ അവിടെയും ഹനുമാനും പിന്നെ ആരായിരുന്നു അവിടെ സുബ്രഹ്മണ്യൻ്റെ അവിടെ തൊഴുതു. പിന്നെ അച്ചുമൈലാഞ്ചൊക്കെ കണ്ട് ഞാൻ അച്ചുമൈലാഞ്ചി വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. പക്ഷേ വീട്ടിൽ മൈലാഞ്ചിയുള്ള കാരണം അച്ചുമൈലാഞ്ചി ഇട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി കമ്മൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്മലൊക്കെ കണ്ടിട്ട് കമ്മൽ വേണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അമ്മ ഉന്തി തള്ളി വിട്ടു പൊക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് കളിപ്പാട്ടങ്ങളും ബലൂൺസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിലയാണ് കേട്ടോ ഗൈസ്, കുഴപ്പമില്ല, എന്നാലും വിലയൊക്കെ ഉണ്ട്. അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു. തൃപ്രയാർ ഏകാദശിയുടെ അനുബന്ധിച്ച് ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല ഭംഗിയുള്ള മാലകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വൺ ടൈം യൂസ് ചെയ്യാം. നമുക്ക് വല്ല സാരിക്കൊക്കെ അങ്ങനത്തെയൊക്കെ പറ്റും, അല്ലാണ്ടൊന്നും പറ്റില്ല നമുക്ക്. യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് ഇപ്പോൾ യന്ത്രൂഞ്ഞാലും ഇവിടെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ തൃപ്രയാർ ഏകാദശി, ഗുരുവായൂർ ഏകാദശി, വൈകുണ്ഠ ഏകാദശി അവിടെയൊക്കെ ഇങ്ങനെ യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരിക്കും.
നമ്മൾ പെറ്റൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ പോകണം പതുക്കെ പതുക്കെ. അതിൻ്റെ ഇടയിൽ നല്ല പൊരിഞ്ഞടി, അടിയോടടി. ഞങ്ങളവിടെ സ്റ്റെക്കായപ്പോൾ ഞാൻ എന്താ എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് നല്ല അടി നടക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ രസം, മറ്റുള്ളവർ അടി ഉണ്ടാക്കണ കാണുമ്പോൾ നമുക്കൊരു രസം. മലയാളികൾക്ക് അതൊരു മനസ്സുഖമാണല്ലോ. ഞാനും അമ്മയും ചേച്ചി കൂടിയിട്ട് ഇങ്ങനത്തെ മറ്റേ മദ്രസായവയും മുറുക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ നിന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നടന്ന് വീണ്ടും അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അവിടെ പോകുമ്പോൾ അമ്മ പറഞ്ഞു ഇതാ ഹോട്ടലെന്ന് തോന്നുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഞാൻ ഏകാദശിയായിരുന്നു, അത് കാരണം ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കില്ലായിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇതാണ് കേട്ടോ ഏകാദശി സ്പെഷ്യൽ വീഡിയോസ്.